സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എക്സ്ക്യൂസ് മീ, കഴിഞ്ഞ ദിവസം അറ്റാക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന ഗോവിന്ദൻ മാഷ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോഫി പോയോ മോളെ? അവള് വീട് വരെ പോയിരിക്കച്ച, കുറച്ച് പൈസ കൊണ്ടുവരാൻ. ഈ മരുന്നുകളൊക്കെ വാങ്ങിച്ചോളൂ. ഞാനിപ്പോ വരാച്ച, ഈ മരുന്ന് വാങ്ങിക്കട്ടെ.
വിവരങ്ങളൊക്കെ ഇന്ന് കാലത്താണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയുണ്ട് അച്ഛന്? വേണ്ട, നിങ്ങൾ എന്റെ അച്ഛനെ കാണണ്ട. നിങ്ങൾ കണ്ട എന്റെ അച്ഛന്റെ ജീവൻ വീണ്ടും അപകടത്തിലാവും. തൃപ്തിയായില്ലേ ഇപ്പൊ എല്ലാവർക്കും എന്റെ അച്ഛനെ ഈ നിലയിലാക്കിയപ്പോ? ഒന്നും മനഃപൂർവ്വമല്ല വേണി. രഘുവിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും അവൻ ചെയ്ത തെറ്റ് തന്നെയാ. തെറ്റല്ല, ചതി, കൊടും ചതി. എന്നോട് അയാൾ ചെയ്ത കൊടും ചതി. എന്നെ മാത്രമല്ല, എന്റെ ലച്ചുവിനെ ചതിച്ചു അയാള്. ഇങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ ക്ഷണിക്കത്തടിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? നാട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെയാ ഞങ്ങൾ നോക്കുക? രഘുവിന് അങ്ങനെ ഒരു ബന്ധമുള്ളത് ഞങ്ങളും വളരെ വൈകിട്ട് അറിഞ്ഞത്. പിന്നെങ്ങനെയാ? വേണ്ട, ഇനി എനിക്ക് അയാളെ വേണ്ട. അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു ഞാൻ. ഒരുത്തിക്ക് മനസ്സ് ശരീരവും കൊടുത്തിട്ട് മറ്റൊരുത്തിയോടൊപ്പം ജീവിതം പങ്കിടാൻ നടക്കുന്ന അയാളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അന്നേരം ഈ വേണി ആരാണെന്ന്. പിന്നെ ഒരു പെൺകുട്ടിയും അയാൾ ഈ ഭൂമുഖത്ത് നശിപ്പിക്കില്ല. വേണി, എനിക്ക് പറയാനുള്ളത് കൂടി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി കാണേ വേണ്ട നിങ്ങളെ ആരും. എന്തിനിപ്പ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? സ്വന്തം സഹോദരന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് മാപ്പിരക്കാനോ? അതോ എന്റെ അച്ഛനെ വീണ്ടും കുരുതി കൊടുക്കാനോ? വേണി പ്ലീസ്, ഞാൻ പറയുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. വന്നിരിക്കുക അനുജന്റെ പാപഭാരങ്ങളുടെ വിഴുപ്പ് കെട്ടുകളും ചുമന്നുണ്ട്. കാണണ്ട, ഒരാളുടെ സഹതാപം എനിക്ക് കാണണ്ട. പ്ലീസ് കടന്നു പോവും എന്റെ മുന്നിൽ നിന്ന്. ഒരു നിമിഷം. അയാളെ കുറിച്ചുള്ള ഒരു ഓർമ്മകളും ഇനി എന്റെ മനസ്സിൽ ബാക്കി വെച്ചൂടാ. ഇതോടെ കൊണ്ടുപോയിക്കൊള്ളൂ. മാഡം, മാഡത്തിനൊരു ഫോണുണ്ട്. ഹലോ വേണി, ഞാനാ സോഫി. എന്താ സോഫി? അത് നമ്മുടെ ലച്ചു. ലച്ചു? അവള് നമ്മളെയൊക്കെ വിട്ടു പോയടാ. എന്താ സോഫി പറയുന്നത്? അവള് സൂയിസൈഡ് ചെയ്തു.
ആരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയാ ഇവിടെ കിടന്ന് മുതല കണ്ണീരൊഴുക്കുന്നത്? ഈ പട്ടടയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലും നിനക്കൊന്നും യോഗ്യതയില്ലടി. അവളുടെ ആത്മാവ് നിന്നെ ഇപ്പൊ ശപിക്കുന്നുണ്ടാവും. അത്രയ്ക്ക് ക്രൂരതയല്ലേ നീ ഇവളോട് കാണിച്ചത്? ഞാൻ എന്റെ ലച്ചുവിനോട് എന്ത് ചെയ്തു പറയുന്നേ? നിന്റെ ലച്ചോ? ഇനി ആ പേര് പറഞ്ഞാൽ നിന്റെ മുഖത്ത് ഞാൻ ആട്ടും. അവളുടെ കൂടപ്പിറപ്പാണെന്നും പറഞ്ഞ് അവളെ രക്ഷിക്കാന്നും പറഞ്ഞ് അന്ന് ഇവിടെ വന്ന് വലിയ വീമ്പിളക്കി പോയിട്ട് ഇപ്പൊ വന്നിരിക്കുക അവൾക്ക് ആത്മശാന്തി നേരാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നൊന്നും. മനസ്സിലാക്കി തരാടി, നല്ലോണം മനസ്സിലാക്കി തരാം. എന്റെ മോളുടെ പുരുഷനെ തന്നെ വേണോ അല്ലേടി നിനക്ക് കല്യാണം കഴിക്കാൻ? അയാളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളർന്നു എന്നറിഞ്ഞിട്ടും നീ അയാളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചോള് സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്തു എന്നറിഞ്ഞ ഏത് പെണ്ണാവ് സഹിക്കുക? പാവം എന്റെ മോള്. ഇവൾ ആത്മഹത്യ ചെയ്യാൻ കാരണം നീ ഒറ്റ വരുത്തിയ. നീയാ ഞങ്ങളെ സീതയെ കൊന്നത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കും. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. അവളുടെ ഒരു അയ്യോ പാവം പറയല്ലേ. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്ന. യഥാർത്ഥത്തിൽ വേണിക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല. ഇക്കാര്യത്തിൽ വേണി ഒരിക്കലും തെറ്റുകാരിയല്ല. നീ ആരാ? ഇവളുടെ വക്കാലത്ത് പറയാൻ വന്നതാണോ? വേണി, ഇവരോട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെന്തൊക്കെയോ വേറെ ധരിച്ചു വെച്ചിരിക്കുക. വാ, നമുക്ക് പോവാം. നിങ്ങൾ എന്നെ എങ്ങനെ ധരിച്ചാലും ഞാനൊരു തെറ്റുകാരിയല്ല. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് കേൾക്കണ്ട നിന്റെ വർത്തമാനം. എന്റെ സീതയോട് കാണിച്ച ചതിക്ക് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന്? ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് മതിയായില്ലേ വേണി? എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? നീ വാ, വരാൻ. ഇനി എന്റെ സീതയുടെ പേരും പറഞ്ഞ് ഈ പടിക്കകത്ത് കയറി പോകരുത്.
ഇനി എനിക്ക് അയാളെ വേണ്ട. അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു ഞാൻ. അവളുടെ ആത്മാവ് നിന്നെ ഇപ്പൊ ശപിക്കുന്നുണ്ടാവും. അത്രയ്ക്ക് ക്രൂരതയല്ലേ നീ ഇവളോട് കാണിച്ചത്. ഇനി എന്റെ സീതയുടെ പേരും പറഞ്ഞ് ഈ പടിക്കകത്ത് കയറി പോകരുത്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം മോൾ ഇതുവരെ ഉറങ്ങില്ലേ? അച്ഛാ, ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ അതിന് സമ്മതിക്കോ? നീ എന്താന്ന് വെച്ചാ പറ. നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ അച്ഛാ? നീ എന്താ മോളെ ഈ പറയുന്നത്? മടുത്തു അച്ഛാ. ഇവിടെയുള്ള ജീവിതം മടുത്തു. സ്വന്തം നാട്ടിൽ പോലും നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റാതായില്ലേ? വിവാഹത്തിന് നാടൊട്ടുക്ക് ക്ഷണിക്കൽ വരെ കഴിഞ്ഞതാ. എന്നിട്ടിനി ആ വിവാഹം നടക്കില്ലെന്ന് പറയുമ്പോ എങ്ങനെയാച്ചാ ഇനി ആൾക്കാരെ മുഖത്ത് നമ്മൾ നോക്കുക? വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ. പക്ഷേ അങ്ങനെയൊരു ജീവിതം എനിക്കിനി മോഹിക്കാനാവില്ല. മുൻപ് ഗോവിന്ദ മാഷിന് എന്തും നേരിടാൻ കരുത്തുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ആ മനസ്സല്ലേ ഞൊടിയിട കൊണ്ട് തളർത്തിയിട്ടത്. അത്രയ്ക്ക് വലിയൊരു ആഘാതമല്ലേ ദൈവം നമുക്ക് സമ്മാനിച്ചത്. അതും സ്വന്തം മോള് കാരണം. ഇനി എങ്ങനെയാ എന്റെ അച്ഛൻ പുറത്തിറങ്ങി നടക്കുന്നത്? എന്തു വന്നാലും നേരിടുക തന്നെ, അല്ലാതെ എന്താ നമ്മൾ ചെയ്യുക? ഗോവിന്ദ മാഷെ പോലെ തന്നെ ആ ഒരു തന്റെടോ വാശി അഭിമാനവും ഒക്കെ ഇന്നലെ വരെ ഈ മാഷിന്റെ മോൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പോവാച്ച. ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവാം. കണ്ണു തുറക്കുമ്പോ ഞാൻ കാണുന്നത് എന്റെ ലച്ചുവിന്റെ മുഖം. പിന്നെ എന്റെ എല്ലാ സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയ ആ മനുഷ്യന്റെ മുഖം. എല്ലാം കൊണ്ട് ശപിക്കപ്പെട്ടൊരു നാടായത്. വയ്യ, ഇനി ഒരു നിമിഷം പോലെ നാട്ടിൽ വയ്യ. അത്രയ്ക്ക് മടുത്തു ഞാൻ. ഇവിടം വിട്ട് നമ്മളിനി എവിടെ പോവാനാ മോളെ? എവിടേക്കെങ്കിലും, അതെത്ര ദൂരെയായാലും വേണ്ടില്ല. പക്ഷെ ഇവിടെ ഇനി വയ്യ. ഇനി ഇവിടെ നിന്ന ഇവിടെ ഓർമ്മകൾ ഓരോ നിമിഷവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മോള് പറയണതൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ പോവാ. നമുക്ക് നമ്മുടെ അമ്മായിയുടെ അടുത്ത് പോയാലോ?
അവിടെയാവുമ്പോ നമുക്ക് അവരെങ്കിലും കൂട്ടുണ്ടാവൂലോ. അയ്യോ, വല്യോപ്പോളുടെ അടുത്തേക്കോ? അത് വേണ്ട മോളെ. അതെന്താ? ആയ കാലത്ത് ഞാൻ എൻ്റെ ഓപ്പോളിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇനി അവിടെ ചെന്ന എൻ്റെ ഓപ്പോൾ എന്നെ കാർക്കിച്ചു തുപ്പും. അന്യജാതിക്കാരനെ സ്നേഹിച്ച കുറ്റത്തിന് ഓപ്പോളെ എൻ്റെ അച്ഛനെ ഈ പടിയിറക്കി വിട്ടപ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ എനിക്കന്ന് കഴിഞ്ഞുള്ളൂ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അന്ന് ഓപ്പോൾ ഈ പടിയിറങ്ങിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു കുറ്റബോധം ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇനി എന്തു മുഖം വെച്ചിട്ടാ ഞാൻ എൻ്റെ ഒപ്പോളിൻ്റെ അടുത്ത് ചെല്ലുക? കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ അച്ഛ? ഈ നാട്ടുകാരുടെ മുന്നിൽ അഭിമാനം പണയപ്പെടുത്തുന്നതിലും ഭേദം സ്വന്തം കൂടപ്പുറപ്പിന്റെ മുന്നിൽ തല കുനിക്കുന്നതല്ലേ? മോളെ, അത് വേണോ? വേണം. നമ്മള് ചെന്ന അമ്മായിക്ക് സന്തോഷാവുള്ളൂ. കൂടപ്പുറപ്പിനെ കൂട്ടിന് കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മള് ചെന്നാൽ അമ്മായി 2 കൈ നീട്ടി സ്വീകരിക്കും.